ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ. ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്ന. താങ്ക്സ്. ഏയ് അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞു വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ശോകമില്ല, വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ ഏയ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെ ഉള്ളതെന്നറിയോ? തൊട്ട് ബാക്കിലല്ലേ ATM, അതിനകത്ത് ട്രീ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. അത്രേ ഉള്ളൂ? ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട ദൈവത്തോട് തിരക്കില്ലടാ. പോയി 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. പതുക്കെ 9400452489. അത് തന്നെ. ജിപേ ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ, എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്റെ നമ്പർ മേടിച്ചണ്ട അവള്. ആ പൈസ പോയാടാലു. അത് ഗൂഗിൾ ആൻറ്റി തരും. ദേ എന്നെ നോക്കി ചിരിച്ച്. തരും തരൂന്ന് പറഞ്ഞാ തരും. തരോല്ലേ? പിന്നെ അല്ലാണ്ട്. വെൽക്കം. എന്താ? ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്കിപ്പോ വേണ്ട. അമ്മേ, ചേട്ടന് ഫുഡ് വേണ്ടാന്ന്. ചോറില് വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. ഓടി, എനിക്ക് ഫുഡ് വേണം. നീ തിന്നണ്ടാ. ഞാൻ കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ല. ചോറിന് എന്താണ് കറി? ഓ, തോരൻ, സാമ്പാർ, ചീരക്കറി. അയ്യേ, മൂടുപോയി. ഏത് നേരത്തൊരു റസ്ക് തീറ്റ. അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ. ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ പൊന്നുമോളെ, നമുക്ക് നാളെ മീൻ മേടിക്കും കേട്ടോ. നീ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ ഈ കസേര ഒന്ന് നീക്കിടാൻ വേണ്ടി എണീറ്റാണ്. അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാർ എടുത്തോണ്ട് വാ. എന്തായാലും നീ എഴുന്നേറ്റതല്ലേ. അച്ചാറാ? ഞാനാ? അച്ചാറ് ഞാൻ എടുത്തുണ്ട്. നീ അവിടെ ഇരുന്ന് കഴിച്ചേ. ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ? ഇതെന്താണ്? കോളേക്ക് എങ്ങോട്ടാ? കോളേജൊക്കെ കിട്ടാണ് പാപ്പ, ഒന്നും പറയാനില്ല. അതെ, ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണയും ലീവ് ക്യാൻസൽ ആയിന്നാ പറഞ്ഞേ. സ്വാഭാവികം. രാജന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞാൽ വന്നപ്പോ തുടങ്ങിയതാണല്ലോ. കഴിച്ചിട്ട് പോടാ. മതി മതി. മിണ്ടാതെ കഴിക്കേ. ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ? റീൽസ് ഒക്കെ കോമഡി അല്ലേ? ലൈലുവിന് കോമഡി റീൽസ് ആണോ ഇഷ്ടം? കോമഡി റീൽസാ? ലൈലുവിന് ഡാൻസിങ്, ആക്ടിങ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ? മഴയോലും മഞ്ഞില്ലേ മുളയോല കൂടല്ലേ
ചെറുപുഞ്ചിരി കൊണ്ടവളെന്നെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമേയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പിന്നെ കണ്ണാടി. ഇയാൾക്ക് ഉറപ്പൊന്നുമില്ലേ? പാതിരാത്രിക്ക് ഷൂസ് കിട്ടി ഇയാളെ ഇങ്ങോട്ട. അമ്മേ അയ്യോ 4 മണി കഴിഞ്ഞല്ലോ. എന്ത് പറ്റി മിസ്? ഏയ് ഒന്നുമില്ല. എം ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിക്കില്ലേ? ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സൈന നേവാൾ, ജ്വാല ഗുഡ, PV സിന്ധു. ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്, ഞാനത് കാണുന്നു. ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി, ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇതെപ്പോഴാ ലൈലാസോന്റെ വാലെ തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും വീട്ടിയും അവന്റെ ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്. അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ, ചോറുണ്ടോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ മേരി. എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ. കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല. കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ? നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്റെ കാര്യം നോക്കൂ. അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ. സാഹിബിന്റെ ഉപദേശപ്രകാരം ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല. എന്താ ലേലു എന്തൊരു പറ. ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചോ പോരെ? നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ട, പോയി അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ അവര് എക്സാമാണ് വന്നങ്ങട്. അതേ പോലെ നമ്മളുണ്ട്. അമന്യ എന്റെ തുണ്ടെനിക്ക് തരൂലേ? ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം.
ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏത് നാറിയണാവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. അതാരണത് പ്രൊഫസർ HOD തരകനായിരിക്കോ? ഇവിടാ എക്സാം എങ്ങനെയുണ്ടാ? നീ ജയിക്കോ? നീ ജയിച്ചാ ഞാനും ജയിക്കും. ആ അപ്പ തോറ്റ്. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ആ ഏതൊരു നാറി നമ്മുടെ മേഴ്സി മിസ്സിന്റെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരല്ല, അത് ഞാനാണ്. നീ എന്താണ് പറയണത് ഫിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അത് മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചോണ്ടല്ലോ നാറികളെ. നാറികളാ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി നാനാൻ ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശയ്ക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ. പ്ലീസ് സാറേ പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി നാനാനെ കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ? സാറേ അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ. എങ്ങനെയാ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാ. നടക്കം ഇങ്ങട്. നീക്ക് ഇത് എങ്ങോട്ട് റൈഡിച്ച് കളി കയറി പോകുന്നത്? മേഴ്സി നാനാൻ ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നാനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ഇവൻ പറയും പറഞ്ഞ നിനക്ക് മതി. പറയാം. മിസ് മേഴ്സി നാനാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. നീ ഇപ്പൊ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല മിസ് മേഴ്സി നാനാൻ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ?